ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ. കൊല്ലത്തിന്റെ സ്വന്തം ആൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് കൊച്ചിക്കാരൻ എനിക്ക് ഇവിടെ എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല. പക്ഷെ ജാസ്മിന്റെ സ്വന്തം നാട്ടില് നിങ്ങളുടെ എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷനിൽ വന്ന് പങ്കെടുക്കാൻ പറ്റിയത് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാ പ്രാവശ്യം എവിടെയെങ്കിലും പോണ സമയത്ത് എന്റെ നെഞ്ചിലൊരു ചെറിയ ഇടി ഉണ്ടാവും. ഇവിടെ വരണേന് തൊട്ട് മുമ്പ് ആരെങ്കിലും ഉണ്ടാവും, നമ്മൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു പേടി ഉണ്ടാവുമായിരുന്നു. പക്ഷെ കൊല്ലത്ത് എനിക്ക് ആ ഒരു ടെൻഷന്റെ ആവശ്യമില്ലായിരുന്നു. കാരണം കൊല്ലത്തിന്റെ മെയിൻ ആൾ എന്റെ സൈഡിൽ ഇരിക്കുന്ന സമയത്ത് ആ ഒരു ടെൻഷന്റെ ആവശ്യമില്ലല്ലോ. ഹലോ, അപ്പം പുള്ളിക്കാരി പറഞ്ഞ പോലെ എന്റെ നാടാണ്. അതിലേക്ക് ഒരുപാട് 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 അഭിമാനമുണ്ട്. കാരണം എന്റെ നാട്ടിൽ എനിക്ക് ഇതേപോലെ ഒരു ഗസ്റ്റ് ആയിട്ട് വരാൻ പറ്റുമെന്നുള്ളത് ഞാൻ പണ്ട് സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമല്ല. പിന്നെ ഞാൻ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് ഒരു കുഞ്ഞു ബ്യൂട്ടി ബ്ലോഗർ ആയിരുന്നു. ഞാൻ വലിയ തരത്തിലൊന്നും അല്ലെങ്കിൽ ഒരു ചെറിയ ബ്യൂട്ടി ബ്ലോഗർ ആയിരുന്നു. സോ ആൽഫ ഹീൽ ആൻഡ് സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്കിലാണ് എനിക്ക് ഇനാഗ്രേഷനിൽ ഗസ്റ്റ് ആയിട്ട് വരാൻ പറ്റിയെന്നുള്ളത് വലിയ അഭിമാനമാണ്. പിന്നെ എന്റെ എല്ലാവിധ ആശംസകളും ഇവർക്ക്. അത്രേ ഉള്ളൂ. ചെറിയ വാക്കുകളിൽ ഞങ്ങൾ സംസാരിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. എല്ലാവരോടും ഒരുപാട് എനർജിയായി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് വുമൺ ആണ്. അപ്പൊ അതുപോലെ അല്ലെ വെറുതെ അതുപോലെ സംസാരിക്കുന്നതാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ ഭയങ്കര ഷോർട്ട് ആൻഡ് സിമ്പിൾ ആയി പോയി. പക്ഷെ കുഴപ്പമില്ല, ഇത് ഞങ്ങളൊന്ന് മേക്കപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. പക്ഷെ അതിനു മുന്നേ ഞങ്ങളുടെ ഗപ്രി ഞങ്ങളുടെ ഈ ഒരു സീസണിലെ സുന്ദര കൂട്ടനാണ്. അപ്പൊ ഗപ്രിക്ക് എന്താ പറയാനായിട്ടുള്ളത്? വെരി 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 അടിപൊളിയായ ഒരു ആക്ടറും കൂടെയാണ്. സോ നല്ലൊരു കൈഡി കൊടുക്കട്ടെ ഗബ്രിക്ക്, നല്ലൊരു കൈഡി സമ്മാനിക്കാം. ലെറ്റ് മീ വെൽക്കം ഗബ്രി ജോസ്. നമസ്കാരം കൊല്ലം. നമസ്കാരം നമസ്കാരം. അപ്പോ കൊല്ലത്തിന്റെ സ്വന്തം ആൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് കൊച്ചിക്കാരൻ എനിക്ക് ഇവിടെ എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല. പക്ഷെ ജാസ്മിന്റെ സ്വന്തം നാട്ടില് നിങ്ങളുടെ എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷനിൽ വന്ന് പങ്കെടുക്കാൻ പറ്റിയത് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് ടു ദ ആൽഫ ഹീൽ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്. ഞാനിപ്പോ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റിയത്. എന്താ പറയാ, നല്ല അഫോർഡബിൾ റേറ്റ്സിൽ ഒരുപാട് നല്ല ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ അകത്ത് കയറി കണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേര് കണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ അകത്ത് ക്ലിനിക്കിന്റെ അകത്ത് ടോട്ടൽ എല്ലാ റൂമുകളൊക്കെ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്തായിരുന്നു. സോ ബേസിക്കലി ദേ ഹാവ് ബീൻ കോംപ്രമൈസ്ഡ് ഇൻ ക്വാളിറ്റി. നല്ല അഫോർഡബിൾ റേറ്റ്സിൽ ഇത്രയും ക്വാളിറ്റിയിൽ സാധനം ചെയ്യാന്ന് പറയുന്ന സമയത്ത് കൊല്ലത്തിന് അതൊരു ഭാഗ്യം തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. എല്ലാ പ്രാവശ്യം എവിടെയെങ്കിലും പോണ സമയത്ത് എന്റെ നെഞ്ചിലൊരു ചെറിയ ഇടി ഉണ്ടാവും. ഇവിടെ വരണേന് തൊട്ട് മുമ്പ് ആരെങ്കിലും ഉണ്ടാവും, നമ്മൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു പേടി ഉണ്ടാവുമായിരുന്നു. പക്ഷെ കൊല്ലത്ത് എനിക്ക് ആ ഒരു ടെൻഷന്റെ ആവശ്യമില്ലായിരുന്നില്ല. കാരണം കൊല്ലത്തിന്റെ മെയിൻ ആൾ എന്റെ സൈഡിൽ ഇരിക്കുന്ന സമയത്ത് ആ ഒരു ടെൻഷന്റെ ആവശ്യമില്ലല്ലോ. പിന്നെ നിങ്ങൾ എല്ലാവരും ഇന്ന് കാണാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പം നമ്മളുടെ ഗബ്രി നല്ലൊരു പാട്ടുകാരനായതുകൊണ്ട് തന്നെ ഒരു പാട്ടിൽ ഞങ്ങൾക്ക് വേണ്ടി പാടി തരുമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഗബ്രിയുടെ പാട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് രണ്ടുപേരും കൂടെ ചേർന്നൊരു ഡാൻസും ഞങ്ങളിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ആയിക്കോട്ടെ. പാട്ടിൽ നമുക്ക് തുടങ്ങാം. ഞങ്ങൾ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ബേസിക്കലി ഞാൻ ഒരു ഇത് പറയണമെന്ന് വിചാരിക്കരുത്. എനിക്ക് ആക്ച്വലി ത്രോട്ടിൽ ഒരു ഇൻഫെക്ഷൻ ആയിട്ട് ഒരു 2 ദിവസമായിട്ട് കുറച്ച് പ്രശ്നത്തിലായിരുന്നു. പക്ഷെ ഇത് പൊതുവെ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും പാടാം. ഓക്കെ, അത് മതി. കാരണം പൊതുവെ എല്ലാവരും പറയുന്നതാണ്. എന്നാലും കുഴപ്പമില്ല, പറഞ്ഞോ, പഠിക്കാം. പൈകിളി വളർത്തിങ്കില്ലേ തെന്നാലും മകളിയോ കുഞ്ഞു തുമ്പി തമ്പുരു നീട്ടിയോ ഉള്ളിലെ മാമയിൽ നീലപ്പേലികൾ നീട്ടിയോ എന്റെ ഓർമ്മയിൽ പൂത്തു നിന്നൊരു മഞ്ഞ മന്ദാരമേ എന്നിൽ നിന്നും പറന്നു പോയൊരു ജീവചൈതന്യമേ. ആക്ച്വലി കുറച്ചൊക്കെ എനിക്കറിയാം സൂര്യവാണികളൊക്കെ തെറ്റാണ്. പക്ഷേ ഐ ഹോപ്പ് യു ജസ്റ്റ് ഫർഗീവ് മീ ബിക്കോസ് എന്റെ തൊണ്ട കുറച്ച് ഉറപ്പായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഇവിടെ എല്ലാവരും വീഡിയോ പിടിക്കുന്ന ഒരു തിരക്കിലായതുകൊണ്ട് കൈയടിക്കാൻ താളത്തിനനുസരിച്ച് കൈയടിക്കാൻ മറന്നുപോയി. ആ മറന്നുപോയ കൈയടി ഒന്ന് ഗബ്രിക്ക് കൊടുക്കുമോ? താങ്ക് യു സോ മച്ച്. ആൻഡ് പ്ലീസ് ബി സീറ്റഡ്. ഓഫ് കോഴ്സ് നമ്മളുടെ ഈ ഒരു ചടങ്ങിന് വിരാമം കുറിച്ചുകൊണ്ട് തന്നെ ഔപചാരികമായൊരു നന്ദി പറയുന്ന